ഈ ഹാളെ മാത്രം പൂട്ടിക്കൊണ്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ തെളിവുകളുണ്ട്. അതായത് ഈ ക്രൈം സിൻഡിക്കേറ്റ് ഓപ്പറേറ്റ് ചെയ്തതിന് പല രീതികളുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തത് എന്നാണ് അതിലെ പോയിന്റ് നമ്പർ 1. കോൺഗ്രസ് പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എങ്ങനെയായിരുന്നു ഇവർ മാത്രം പങ്കുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരനെ ഇവരെങ്ങനെയാണ് നോക്കുകുത്തിയാക്കി മാറ്റിയത് എന്നാണ്. പിന്നീട് ഹൈക്കമാൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ട KC വേണുഗോപാൽ പോലും അശക്തനായിക്കൊണ്ട് കേരളത്തിൻ്റെ കോൺഗ്രസിനെ ഇനി വരാൻ പോകുന്ന ഭരണമാറ്റത്തിൻ്റെ പേരിൽ തൂക്കി വിറ്റവരാണിവർ. അതായത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താ, അടുത്ത ഭരണം 2026 ഭരണം കോൺഗ്രസിനാണ്. ആ വിലപേശിക്കൊണ്ട് അന്ന് ഭരണത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരുപക്ഷെ ഈ 3 പേരുമായേക്കാം എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇവർ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിന്റെ പേരിൽ കേരളത്തിലെ മനുഷ്യരുടെ തല എണ്ണി കണക്ക് പറഞ്ഞ് ഇവർ വാങ്ങിയത് എന്തൊക്കെയാണ്, ഇവരാരിൽ നിന്നൊക്കെയാണ് പണം പറ്റിയിരിക്കുന്നത്, ഇവരുടെ ഭയം എന്തായിരുന്നു എന്നുള്ളതും കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ 2026 അധികാര യാത്രക്കിടയിൽ തങ്ങളിൽ ആരെങ്കിലും വീണുപോയാൽ, അത് എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അവരിൽ ആരെങ്കിലും വീണുപോയാൽ ജനം നമ്മളെ പൂർണ്ണമായും കൈയൊഴിയും. CPM-നെതിരെ പറയാൻ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ 10 വർഷം കൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് CPM-നെ മടുത്തെങ്ങാനും ജനം വോട്ട് ചെയ്താലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണല്ലോ ഈ പോക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. ആ പോക്കിനിടയിൽ CPM എല്ലാ നല്ലതും ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവനവന്റെ പുഴുക്കുത്തുകളിൽ ഒന്ന് വീണുപോയാൽ ഇവര് തലയെണ്ണി പറഞ്ഞ് കാശ് വാങ്ങിയ 2026 ഭരണത്തിന്റെ പേരിൽ ഇവിടുത്തെ മാഫിയകളിൽ നിന്ന്, ഞാൻ വെറുതെയല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും VD സതീശിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വിളിച്ചത്, ഇവർ നടത്തിയ ഹവാല ഇടപാടുകൾ, ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ, ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ, ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് 2026 അധികാരം പിടിക്കണം എന്നുള്ള പാഴ്സ്വപ്നം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഇവർ ചെയ്തു കൂട്ട നെറിയേടുകൾക്കൊക്കെ നിങ്ങളെ വെച്ചാണ് ഇവർ കവചം തീർത്തത്. അതായത് 2026 അധികാര യാത്രക്കിടയിൽ നമ്മളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള അനുകമ്പ ഉണ്ടാക്കിയെടുത്താൽ നമ്മളിൽ ആർക്കു വേണ്ടിയും സോഷ്യൽ മീഡിയ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, തെരുവിൽ അണികൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തരവഴിത്തരം കാണിച്ചാലും നമ്മളെ ഈ കോൺഗ്രസ്സുകാർ, പാവം കോൺഗ്രസ്സുകാർ നമ്മളെ ചേർത്ത് പിടിക്കും. നിങ്ങളെ വിറ്റാണ് ഈ പ്രസ്ഥാനത്തെ ഇവർ ചതിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം, നിങ്ങൾ തിരുത്തുന്ന നിമിഷം, ഒരാൾ വീണതുകൊണ്ടൊന്നും കാര്യമില്ല, വീഴുന്നത് ഈ 3 പേരും കൂടി ആകണം എന്നുള്ളത് ഒരു പക്ഷേ ആ പാർട്ടിക്ക് 2026 കഴിഞ്ഞ് 2031 പറ്റി, എല്ലായ്പ്പോഴും അധികാരത്തെ പറ്റി മാത്രം മുൻനിർത്തിയാണല്ലോ കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരം പിടിക്കലാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ എയിമെങ്കിൽ 2031 പറ്റി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ സകലതിനെയും ചെവിക്ക് പിടിച്ച് പുറത്താക്കുക എന്ന് തന്നെയാണ്. അതിനിപ്പോഴും കെൽപ്പുള്ളവർ ആ പാർട്ടിക്ക് അകത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളത്. ഓൺലി ടൈം ക്യാൻ ടെൽ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ മറ്റ് 2 പേർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അവർ തമ്മിൽ ഇപ്പോൾ 2 വഴികളായി പിരിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ 2 ചേരികളിലായി നിന്ന് അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സകല ഇടപാടുകൾക്കും ഇടപെടലുകൾക്കും ക്ലാരിറ്റി വരും. ദിവസങ്ങളിൽ അതിനൊക്കെ ക്ലാരിറ്റി വരും. പരാതികൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇത് മാത്രം എന്നുള്ളത് കൊണ്ടല്ലേ. മറ്റു തരത്തിലുള്ള പരാതികളൊക്കെ ആഭ്യന്തരമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ കയ്യിലുണ്ട്. പരാതികൾ മാത്രമല്ല, നല്ല അസൽ തെളിവുകളുമുണ്ട്. അതിലേക്കൊക്കെ ഈ വിഷയങ്ങളെ ഓരോന്നായി കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ. ആ മര്യാദയുടെ ഒരു അധ്യായമാണ് ഇന്നിപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ആശ്വാസപ്പെടുക. ഒരുത്തനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് കോടതി പറഞ്ഞപ്പോൾ, അറസ്റ്റ് ചെയ്തോളൂ, അറസ്റ്റിന് തടസ്സമില്ല എന്ന് പറഞ്ഞപ്പോൾ, മുൻകൂർ ജാമ്യം തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ അവര് നെടുവീർപ്പെടുകയാണ്. ദീർഘനിശ്വാസത്തിലൂടെയാണ് അവരതിൻ്റെ ഒരു സന്തോഷം ജനങ്ങളെ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും അറിയിക്കുന്നത്. ആ പാർട്ടിയിലുള്ള സകല സ്ത്രീകൾക്കും കൂടി വേണ്ടിയുള്ള വിധിയാണിത്. കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്തെ സകല സ്ത്രീ പ്രവർത്തകർക്കും വേണ്ടിയുള്ള വിധി കൂടിയാണ്. നിങ്ങൾ ഇനിയും നിങ്ങളിലെ തെറ്റുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പുഴുക്കുത്തുകളെ കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ, ഒരു പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയേണ്ട രീതിയിലേക്ക് അത് എന്നേക്കുമായി അസ്തമിച്ചു പോകും എന്നുള്ളതിൻ്റെ സൂചന ഇനിയും നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ അപകടം തന്നെയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ അതിനെപ്പറ്റി പറയാനുള്ളത്. ചോദ്യങ്ങളൊന്നുമില്ലല്ലോ?